എല്ലാവർക്കും ശ്രീ മാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സമാന ബന്ധങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന സംഖ്യകളുടെ ബന്ധം പരിശോധിച്ച് പൂരിപ്പിക്കുക. സമാന ബന്ധം 12:144 അതേ ബന്ധം വരണം. 12:144 എന്ന് പറയാൻ 12 സ്ക്വയർ. അതുപോലെ ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏതൊക്കെയാണ് അതിൻ്റെ സ്ക്വയറായിട്ട് വന്നേക്കുന്നത് നോക്കാം. 20ന്റെ സ്ക്വയർ അല്ല, അതുകൊണ്ട് ഇതല്ല. 15 സ്ക്വയർ എന്ന് പറയുന്നത് 15:225 അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 15:15 സ്ക്വയർ. ഇത് 10:100 എന്ന് വന്നാലേ അത് ശരിയാകും. 13:169 വേണം. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 15:15 സ്ക്വയർ. ഇവിടെ 12:12 സ്ക്വയർ. സമാന ബന്ധം. ഇവിടെ 5:7 അടുത്തത്. അപ്പൊ അതേ സമാന ബന്ധം വരണം. 13:5 5ഉം 7 അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ അതേ 5ന്റെ തൊട്ടടുത്ത പ്രൈം നമ്പറാണ് 7. അപ്പൊ 13 ഏത് വരും? 13ന്റെ തൊട്ടടുത്ത അഭാജ്യ സംഖ്യ വരും 17. ഇവിടെ 5ന്റെ തൊട്ടടുത്ത അഭാജ്യ സംഖ്യയാണ് 7. അപ്പൊ 13ന്റെ തൊട്ടടുത്ത അഭാജ്യ സംഖ്യയാണ് ഇവിടെ വരാൻ. 13:17 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതേ സമാന ബന്ധം വേണം ഇതിലും വരാൻ. പോയ ഭാഗം പൂരിപ്പിക്കുക. ഇവിടെ 3, 6, 11, 18, 27 ഡാഷ് നമുക്കറിയില്ല. നെക്സ്റ്റ് ഈ സംഖ്യാശ്രേണി എങ്ങനെ? ആ സമാന ബന്ധം വേണം എഴുതാൻ. 3 കൂടെ കൂട്ടി 6, 6ഉം 5ഉം കൂടെ കൂട്ടി 11, 11ഉം 7ഉം കൂടെ കൂട്ടി 18, 18ഉം 9ഉം കൂടെ കൂട്ടി 27. ഇവിടെ 3 കൂട്ടി 5 കൂട്ടി 7 കൂട്ടി 9 കൂട്ടി ഇനി അടുത്ത 11 കൂട്ടണം. 27ഉം 11ഉം കൂടെ കൂട്ടിയാൽ 38. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഈ രീതിയിലായി സംഖ്യാശ്രേണി പോയേക്കുന്നത്. ഇനി 3:108 ഈസ് ഇക്വലന്റ് ടു (500). ഇനി 3:108 അത് എന്ത് ബന്ധമാണ് നമുക്ക് നോക്കാം. 108നെ നമുക്ക് 3³ × 4 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 3:3³ × 4. അപ്പൊ അതേ രൂപത്തിൽ നമുക്ക് 500നെ എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. 500 എന്ന് പറഞ്ഞാൽ 125 × 4 ആണ്. 125 എന്ന് പറഞ്ഞാൽ 5³ × 4 ആണ്. അപ്പൊ ഇവിടുത്തെ അത് കിട്ടി 5³ × 4. ഇവിടെ 3:3³ × 4. അപ്പൊ ഇവിടെ എന്തൊരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ അടുത്ത് 5:5³ × 4. സമാന ബന്ധം വേണം. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ മഞ്ഞുകാലം കമ്പിളി. ഇത് സമാന ബന്ധം വേണം ഇവിടെ വരാൻ. വേനൽക്കാലത്ത്, മഞ്ഞുകാലത്ത് കമ്പിളിയാണ് ഉപയോഗിക്കുന്നത്. വേനൽക്കാലത്ത് പരുത്തി, കോട്ടൺ തുണികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പരുത്തി എന്ന് ഉത്പാദിപ്പിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2000:2012 ഈസ് ഇക്വലന്റ് ടു 2016. ഈ വർഷങ്ങളുടെ എല്ലാം പ്രത്യേകത എന്ത്? ഇതെല്ലാം അതിവർഷമാണ്. അതിവർഷം എന്ന് പറയാൻ 4ന്റെ ഗുണിതമായിരിക്കും. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്തത്. അതിവർഷത്തിലെ ഫെബ്രുവരി ഒരു ദിവസം കൂടുതലായിരിക്കും 29. അതായത് 4ന്റെ ഗുണിതം ഉള്ളത് ഇവിടെ എഴുതിയാൽ മതി. 2020 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതിവർഷം. ബാക്കി എല്ലാ വർഷങ്ങളും അതിവർഷമാണ്. അപ്പോൾ ഇതിൽ അതിവർഷം ഒറ്റ ഒന്നേ ഉള്ളൂ, 4ന്റെ ഗുണിതം. അതായത് 4 കൊണ്ട് ഹരിക്കുമ്പോൾ വിശേഷം ഹരിക്കാൻ പറ്റുന്നത്. അതിന് ലാസ്റ്റ് 2 സംഖ്യ നോക്കിയാൽ മതി. ഇവിടെ 2018 ഒരു സംഖ്യ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാൻ ലാസ്റ്റിലെ 2 സംഖ്യ. ഇവിടെ 18 4ന്റെ ഗുണിതമല്ല. 20 4ന്റെ ഗുണിതമാണ് 4, 5. 22 4ന്റെ ഗുണിതമല്ല. 26 4ന്റെ ഗുണിതമല്ല. ഇവിടെ അതിവർഷം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2020. സമാന ബന്ധം നോക്കാം. 125:25. 125 എന്ന് പറഞ്ഞാൽ 5³ ആണ്. 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണ്. അതുപോലുള്ള സമാന ബന്ധം വേണം ഇവിടെ എഴുതാൻ. 64 എന്ന് പറയാൻ 4³ ആണ്. 5³ = 5 സ്ക്വയർ ആകുമ്പോൾ 4³ = 4 സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്. 16 ഓപ്ഷൻ ബി ആണ്. സമാന ബന്ധം. 125നെ 5³ എന്ന് എഴുതാം. 25നെ 5 സ്ക്വയർ എന്ന് എഴുതാം. 5³ = 5 സ്ക്വയർ. ഇവിടെ 64നെ നമുക്ക് എങ്ങനെ എഴുതാം? 4³ എന്ന് എഴുതാം. 4³ = 4 സ്ക്വയർ. അപ്പോൾ 4 സ്ക്വയർ എത്ര? 16. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓടക്കുഴൽ സാഹിത്യത്തിനുള്ള അവാർഡാണ്. അതുപോലെ ഓസ്കാർ ഇതിനാണ് സിനിമയ്ക്ക്. ഓപ്ഷൻ ഡി സിനിമ. ഓസ്കാർ എന്തുമായിട്ട് ബന്ധപ്പെട്ട അവാർഡാണ്. ഓടക്കുഴൽ സാഹിത്യത്തിനുള്ള അവാർഡാണ്. ഓസ്കാർ സിനിമയ്ക്ക്. ഓപ്ഷൻ ഡി. അർജന്റീന ബ്യൂണോസ് ഐറസ്. അർജന്റീനയുടെ ക്യാപിറ്റൽ തലസ്ഥാനമാണ് ബ്യൂണോസ് ഐറസ്. ഇവിടെ ഭൂട്ടാന്റെ തലസ്ഥാനം തിമ്പാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത് അർജന്റീന എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ബ്യൂണോസ് ഐറസ്. ഭൂട്ടാന്റെ തലസ്ഥാനം തിമ്പ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി
ഇവിടെ ABCD തുടർച്ചയായിട്ടുള്ള അക്ഷരം, പിന്നെ ഇവിടെ വന്നേക്കുന്നത് ഒന്നിടവിട്ടുള്ള അക്ഷരം. അപ്പോൾ ഇവിടെ അതുപോലെ FGHI തുടർച്ചയായിട്ടുള്ള അക്ഷരം, പിന്നെ ഒന്നിടവിട്ടുള്ള അക്ഷരം വന്നേക്കുന്നത് ഏതാന്ന് നോക്കാം. JKLMNOP ഇതെല്ലാം ഒന്നിടവിട്ടുള്ള അക്ഷരങ്ങളാണ്. ഇതാണ് ഓപ്ഷൻ A ആണ് ശരി. ഇത് തുടർച്ചയായിട്ടുള്ള അക്ഷരം ആദ്യത്തേത്, ബാക്കി എല്ലാം ഒന്നിടവിട്ടുള്ള അക്ഷരങ്ങൾ. എല്ലാം ഒന്നിടവിട്ടുള്ള അക്ഷരങ്ങൾ. JK വിട്ടിട്ട് L, M വിട്ടിട്ട് N, NO വിട്ടിട്ട് P. ഓപ്ഷൻ A ആണ് ഉത്തരം. JLNP. നമുക്ക് ഈ ശ്രേണി എങ്ങനെയാ പോയേക്കുന്നതെന്ന് നോക്കാം. വിട്ടുപോയ ഭാഗത്ത് വരുന്ന സംഖ്യ ഏത്? അതായത് 3, 6, 12, -48. ഇനി ഇവിടുത്തെ ഈ ശ്രേണിയുടെ പ്രത്യേകത എന്തുവാന്ന് നോക്കാം. 3നെ 2 കൊണ്ട് ഗുണിച്ചു 6, ഇനി 6നെ 2 കൊണ്ട് ഗുണിച്ചു 12, ഇനി 12നെ 2 കൊണ്ട് ഗുണിച്ചു വേണം ഇവിടെ എഴുതാൻ 24. എല്ലാത്തിനെയും 2, 24 2 കൊണ്ട് ഗുണിച്ചു 48. അപ്പോൾ ഈ ശ്രേണി എല്ലാം തൊട്ടടുത്തടുത്ത സംഖ്യകളെ 3നെ 2 കൊണ്ട് ഗുണിച്ച് 6 കിട്ടി, 6നെ 2 കൊണ്ട് ഗുണിച്ച് 12 കിട്ടി, 12നെ 2 കൊണ്ട് ഗുണിച്ച് 24 കിട്ടി. ഇപ്പോൾ വിട്ടുപോയത് എത്രയാണ്? 24. ഓപ്ഷൻ A ആണ് ഉത്തരം. ഇനി 5, 10, 30, 120. ഇതിന്റെ ബന്ധം എന്താണ്? 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടി, 10നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 30 കിട്ടി, ഇനി 30നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 120 കിട്ടി, ഇനി 120നെ 5 കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു, 4 കൊണ്ട് ഗുണിച്ചു, 5 കൊണ്ട് ഗുണിക്കണം. 600 വരും. ഓപ്ഷൻ C ആണ് ഉത്തരം. 600. 5നെ 2 കൊണ്ട് ഗുണിച്ചു 10 കിട്ടി, 10നെ 3 കൊണ്ട് ഗുണിച്ചു 30 കിട്ടി, 30നെ 4 കൊണ്ട് ഗുണിച്ചു 120 കിട്ടി, 120നെ 5 കൊണ്ട് ഗുണിച്ചു 600 കിട്ടി. അപ്പോൾ ഓപ്ഷൻ C ആണ് ഉത്തരം. അതിവർഷം, സാധാരണ വർഷം, കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അതിവർഷത്തിലാകെ 366 ദിവസങ്ങൾ കാണും. സാധാരണ വർഷം, അതിവർഷത്തിൽ 366 ദിവസം, സാധാരണ വർഷത്തിലാണെങ്കിൽ ആകെ 365 ദിവസങ്ങളെ ഉണ്ടാവൂ. അതിവർഷത്തിൽ 366 ദിവസങ്ങൾ, സാധാരണ വർഷത്തിലാണെങ്കിൽ 365 ദിവസങ്ങൾ. സാധാരണ വർഷത്തിൽ ഫെബ്രുവരി 28 ദിവസങ്ങളെ കാണത്തുള്ളൂ, ഫെബ്രുവരി മാസം. ഉദാഹരണം 2009, 2011, 2023, 1999. ഇവിടെ അതിവർഷത്തിലാണ് ഫെബ്രുവരി 29 ദിവസങ്ങൾ കാണും. അതുകൊണ്ടാണ് ഒരു ദിവസം കൂടുതൽ വരുന്നത്, 366. അതിവർഷമാണോ തന്നിരിക്കുന്നത് എങ്ങനെ അറിയും നമ്മൾ? 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാണെങ്കിൽ ആ വർഷത്തെ ഇപ്പം 2020, 2012, 2016, 2024 ഇതെല്ലാം ലാസ്റ്റിലെ 2 സംഖ്യ നോക്കിയാൽ മതി. 4ൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കുക. അപ്പം അങ്ങനെയുള്ള വർഷങ്ങളെ നമുക്ക് അതിവർഷം എന്ന് പറയുന്നത്. അവിടെ ഫെബ്രുവരി 29 ദിവസം വരും. ആ വർഷങ്ങളിൽ 366 ദിവസം വരും. 366 ദിവസങ്ങളുണ്ടായിരിക്കും. ഒരു ദിവസം കൂടുതലായിരിക്കും ഫെബ്രുവരിക്ക്. 2021 ജനുവരി 1 വെള്ളിയാന്ന് തന്നിട്ടുണ്ട്. ജനുവരി 1 കഴിഞ്ഞാൽ പിന്നെ ആ മാസം ആകെ എത്ര ദിവസമുണ്ട്? 30 ദിവസം. പിന്നെ തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി 1 ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആകെ 30 1 ആകെ എത്ര ദിവസം വരും? 31. ഈ 31നെ 7 കൊണ്ട് ഹരിക്കുക. 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 3 വരും. ശിഷ്ടം 3 വന്നാൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ ജനുവരി 1 വെള്ളി, പിന്നെ ആകെ ജനുവരിയിൽ എത്ര ദിവസം ഉണ്ട്? ആകെ 30 ദിവസം. ഈ 30ഉം പിന്നെ ഫെബ്രുവരി 1, അപ്പോൾ 30ഉം 1ഉം കൂടെ കൂട്ടി ആകെ 31 ദിവസം. ഈ 31നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരും. ശിഷ്ടം 3 വന്നാൽ ഈ വെള്ളിയുടെ കൂടെ, തന്നിരിക്കുന്ന വെള്ളിയുടെ കൂടെ 3ഉം കൂടി കൂട്ടുക. തന്നിരിക്കുന്ന ശിഷ്ടം 3 വരും. 3 തന്നിരിക്കുന്ന വെള്ളിയുടെ കൂടെ 3ഉം കൂടെ കൂട്ടുക. ശനി, ഞായർ, തിങ്കൾ. തിങ്കളാണ്. ഓപ്ഷൻ A ആണ് ഉത്തരം. ശനിയാഴ്ച ആയാൽ 350 ദിവസം കഴിഞ്ഞ് ഏത് ദിവസമായിരിക്കും വരുന്നത്? അപ്പോൾ ഈ 350നെ 7 വെച്ച് ഹരിക്കുക. തന്നിട്ടിരിക്കുന്നുള്ളത് എത്ര ദിവസങ്ങൾക്ക് ശേഷം വെച്ച് 7 വെച്ച് ഹരിക്കുമ്പോൾ ഇവിടെ ശിഷ്ടം 0 വരുന്നത്. അതുകൊണ്ട് അതേ ദിവസം തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ശനിയാണെങ്കിൽ 350 ദിവസം കഴിഞ്ഞ് വരുന്നത് ശനിയായിരിക്കും. ശിഷ്ടം 2 വന്നെങ്കിൽ ആ തന്ന ദിവസത്തിൻ്റെ കൂടെ 2 കൂട്ടുക. ഈ 350നെ 7 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്നത്. 7 × 50 350. ശിഷ്ടം 0 ആയതുകൊണ്ട് അതേ സെയിം ദിവസം തന്നെ ആയിരിക്കും, ശനിയായിരിക്കും. ഓപ്ഷൻ A ആണ്. ഇന്ന് തിങ്കളാഴ്ച ആണെങ്കിൽ 75 ദിവസങ്ങൾക്ക് ശേഷം ഏതാണ് വരുന്നത്? 75നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരും. അപ്പം ഈ തിങ്കളുടെ കൂടെ 5 കൂട്ടുക. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ശനി വരും. ഓപ്ഷൻ C ആണ് ഉത്തരം, ശനി. 75 ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ 75നെ 7 കൊണ്ട് ഹരിക്കുക. 75ാം ദിവസം എന്നാണ് പറഞ്ഞെങ്കിൽ അതിന് തൊട്ട് മുമ്പ് 74 ദിവസങ്ങൾക്ക് ശേഷമാണ്. 74നെ വേണം 7 കൊണ്ട് ഹരിക്കാൻ. 2016 ഫെബ്രുവരി 25 തിങ്കളാണെന്ന് തന്നിട്ടുണ്ട്. ഇനിയാണ് 2016 മാർച്ച് 8-ാം തീയതി ഏത് ദിവസം വരും? അപ്പം ഈ തന്നിരിക്കുന്ന വർഷം ഏത് വർഷമാണെന്ന് നോക്കുക. അതിവർഷമാണോ സാധാരണ വർഷമാണോ?
ഈ ലാസ്റ്റിലെ രണ്ട് സംഖ്യ നോക്കിയാൽ 16 4ന്റെ ഗുണിതമായതുകൊണ്ട് ഈ 2016 മൊത്തം 4ന്റെ ഗുണിതമായിരിക്കും. അപ്പം 4 കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റുന്നത് അതിവർഷം. അപ്പം ഫെബ്രുവരി 2016 അതിവർഷമാണ്. അതിവർഷം ആയതുകൊണ്ട് ഫെബ്രുവരിയിൽ എത്ര ദിവസം കാണും? 29 ദിവസം കാണും. അപ്പൊ 25 തിങ്കളാണ് തന്നിട്ടുണ്ട്. അപ്പൊ 26, 27, 28, 29 അപ്പം 4 ദിവസം. ഫെബ്രുവരിയിൽ അപ്പൊ ആകെ എത്ര ദിവസം ഉണ്ട്? 4 ദിവസം. മാർച്ചിലോ? മാർച്ച് 8 ചോദിച്ചേ. അപ്പൊ 8 4 ആകെ 12. അപ്പൊ 12 ദിവസം. 12നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം 5 വരും. അപ്പൊ ഈ തിങ്കളിന്റെ കൂടെ 5 കൂട്ടുക. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വന്നിരിക്കുന്ന വർഷം അതിവർഷമാണോ സാധാരണ വർഷമാണോ നോക്കുക. അതിവർഷമാണെങ്കിൽ 29 ദിവസം കാണും ഫെബ്രുവരിയിൽ. സാധാരണയാണെങ്കിൽ 28 കാണത്തുള്ളൂ. അപ്പൊ ഇത് നമ്മൾ ഫെബ്രുവരി പിന്നെ എത്ര ഉണ്ട്? 26 മുതൽ 29 വരെ 4 ദിവസം. അപ്പൊ അതിവർഷം ആയതുകൊണ്ടാണ്. സാധാരണയാണെങ്കിൽ നമ്മൾ 3 എടുക്കത്തുള്ളായിരുന്നു. അപ്പൊ മാർച്ച് 8. അപ്പൊ ഈ ഫെബ്രുവരി 4 ദിവസം, മാർച്ചിൽ 8 ദിവസം. അപ്പൊ രണ്ടും കൂടെ 4 8 12. 12നെ 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം 5 വരും. തന്നിരിക്കുന്ന തിങ്കളുടെ കൂടെ 5 കൂട്ടുക. ശനിയാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്ലാസ്സുകൾ തുടരുന്നതാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ക്ലാസ്സുകൾ തുടരുന്നതാണ്. ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടെങ്കിൽ ഇതൊന്നും ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്